നമസ്കാരം. കരൂർ ദുരന്തത്തിൽ ടി.വി.കെ നേതാക്കൾ റിമാൻഡ്. തമിഴക വെട്രിക്കഴകം നേതാക്കളായ മതിയഴകൻ, പൗൺരാജ് എന്നിവരാണ് റിമാൻഡിലായത്. ഒക്ടോബർ 14 വരെയാണ് റിമാൻഡ് കാലാവധി. തമിഴക വെട്രിക്കഴകം കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയാണ് മതിയഴകൻ. കരൂർ സെൻട്രൽ സിറ്റി സെക്രട്ടറിയാണ് പൗൺരാജ്. അതേസമയം കരൂർ ദുരന്തത്തിൽ വിജയിയുടെ ചോദ്യങ്ങളുമായും കോടതിയെത്തി. 10,000 ആളുകളെ വരൂ എന്ന് ടി.വി.കെ എങ്ങനെ കണക്ക് കൂട്ടിയെന്നാണ് കരൂർ മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചത്. തമിഴ്നാട്ടിലെ കരൂരിൽ തിക്കും തിരക്കും ഉണ്ടായി. വൻ ദുരന്തമായി മാറിയ ടി.വി.കെയുടെ റാലിക്ക് നടനും പാർട്ടി നേതാവുമായ വിജയ് വൈകി എത്തിയത് മനഃപൂർവ്വമാണെന്ന് എഫ്ഐആറിൽ അടക്കമുണ്ടായിരുന്നു. 10,000 എത്തിയ റാലിക്ക് നിബന്ധനകൾ പാലിച്ച് സൗകര്യമൊരുക്കിയില്ല എന്നും ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും എഫ്ഐആറിൽ അടക്കം പറഞ്ഞിരുന്നു. ഇതേ അവസ്ഥയിൽ തന്നെയാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. വിജയിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ കൂടുതൽ നടപടി എടുത്തിരുന്നു പോലീസ്. ഇന്നലെ മുതൽ പരിപാടിക്ക് അനുമതി തേടി കത്ത് നൽകിയ മതിയഴകനെ നേരത്തെ കേസിൽ പ്രതി ചേർത്തിരുന്നു. ടി.വി.കെ യോഗത്തിനുള്ള ഫ്ലെക്സും കൊടുത്തോരണങ്ങളും ക്രമീകരിച്ച പൗൺരാജാണ് ഒളിവിൽ പോകാൻ മതിയഴകനെ സഹായിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. വിഴുപ്പുറം ജില്ലയിലെ ടി.വി.കെ ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഒരാളായ വി. അയ്യപ്പൻ ദുരന്തത്തിൽ മനം നൊന്ന് ജീവനൊടുക്കിയ സാഹചര്യവും വലിയ ചർച്ചയായിരുന്നു. DMK MLA സെന്തിൽ ബാലാജിയാണ് അപകടത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. കൂടാതെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഫെലിക്സ് ജെറാൾഡ് എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യൂട്യൂബ് വീഡിയോയുടെ പേരിലാണ് രാവിലെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെന്തിൽ ബാലാജിയുടെ ഇടപെടൽ സംബന്ധിച്ച വീഡിയോയ്ക്ക് പിന്നാലെയായിരുന്നു അറസ്റ്റ്. റെഡ് പിക് യൂട്യൂബ് എന്ന ചാനൽ എഡിറ്ററാണ് ഫെലിക്സ് ജെറാൾഡ്. സ്റ്റാലിൻ സർക്കാരിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ് ഇയാൾ. അതേസമയം കരൂർ ദുരന്തത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി വിജയെ വിളിച്ചതിൽ രാഷ്ട്രീയമില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. വേദനയിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കാനാണ് വിളിച്ചതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിശദീകരിച്ചു. കോൺഗ്രസ് സംഘത്തിനൊപ്പം കരൂരിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെ കോൺഗ്രസ് സംഘം സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം കണ്ടു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ പോരിനില്ല എന്നും അതിനുള്ള സമയമല്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41 ആയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 65 വയസ്സുകാരി സുഗുണ മരിച്ചിരുന്നു. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം ആകെ 18 മാറി. അപകട സ്ഥലത്ത് ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിനും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തുടർന്ന് കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ DGP ഉത്തരവിറക്കുകയായിരുന്നു. ADSP പ്രേമാനന്ദനാണ് അന്വേഷണ ചുമതല. അതേസമയം ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാനായി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും L. മുരുകനും കരൂരിലെത്തിയിരുന്നു. അറസ്റ്റിന് പിന്നാലെ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിജയുടെ ആരോഗ്യനിലയെക്കുറിച്ച് BJP നേതാവ് അമർ പ്രസാദ് ആശംസകളും ഉപദേശങ്ങളും അറിയിച്ചു. വിജയ് ചികിത്സയിലാണെന്നും രോഗം ഉടൻ ഭേദമാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വിജയ് ചെന്നൈയിലെ പണയൂരിലെ വീട്ടിൽ നിന്നും രാവിലെ പട്ടണംപക്കത്തെ വീട്ടിലേക്ക് താമസം മാറിയെന്നും ഇത് ടി.വി.കെയുടെ രണ്ടാമത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്ന സൂചനയുമുണ്ട്. എന്നാലും വലിയ രീതിയിലാണ് കരൂർ സംഭവം വിജയുടെ രാഷ്ട്രീയ ഭാവി അടക്കം ബാധിക്കുമെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട്. വലിയ പ്രതിഷേധം നേതാവിനെതിരെ ഉണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിജയുടെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല.